ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പച്ചാൻ പാത്തു ഒഫീഷ്യൽ. ഇന്ന് നമ്മൾ ഞാനും ഉമ്മയും പാത്തും കൂടിയും പാത്തുവിന് കുറച്ച് ബുക്കൊക്കെ കാണിക്കാൻ പോവാണ്. നമ്മൾക്ക് ഈ അടുത്തുള്ള സ്ഥലത്താണ് പോകണേ. ആൻഡ് അത് ഞാൻ പോകെ കാണിക്കാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ മുടി വെട്ടാൻ വന്നു ഗൈസ്. അവളിങ്ങനെ ആലോചിക്കുന്നുണ്ട് മുടി വെട്ടണം, വോൾഫ് അടിക്കാമെന്ന് നമ്മൾ വിചാരിച്ച്. അങ്ങനെ ചിക്കിൽ വന്നു. പിന്നെ ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുകയാണ്, മുടി വെട്ടൂല ഗൈസ്. ലാസ്റ്റ് ഇവളിങ്ങനെ പറയും തുമ്പ് വെട്ടാ, അവിടെ വെട്ടി ഇവിടെ വെട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വെട്ടത്തില്ല. അവൾ ഞങ്ങൾ ചീത്ത പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ നമ്മൾ ബാഗ് വാങ്ങാൻ പോയി. കുറേ ബാഗ് ഉണ്ടായിരുന്നു, കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അവൾ കുറേ ബാഗൊക്കെ എടുത്തു. അവൾക്ക് വേറൊരു ബാഗ് ഇഷ്ടമായി, പക്ഷേ അതിന് നല്ല റേറ്റ് ആയിരുന്നു ഗൈസ്. അത് നമുക്ക് പറ്റത്തില്ല. അങ്ങനെ അത് വെച്ചിട്ട് വേറെ എടുത്തു. പിന്നെ നമ്മൾ നോട്ട്ബുക്ക് വാങ്ങിക്കാൻ പോയി ഗായ്സ്. ഇത് അടിപൊളി പരിപാടിയായിരുന്നു, കാരണം കുറേ സാധനങ്ങളുണ്ടായി. പിന്നെ നമുക്കിങ്ങനെ തോന്നിപ്പോയി എനിക്ക് വീണ്ടും സ്കൂളിൽ പോയാലോ എന്ന് തോന്നിപ്പോയി. അവിടെ ഇരിക്കുന്ന കുഞ്ഞി റബ്ബർ, മറ്റേ ജാക്കിച്ചാൻ്റെ റബ്ബർ, പിന്നെ ഷിൻചാൻ്റെ റബ്ബർ, വാവ് അതൊക്കെ അടിപൊളിയായിരുന്നു. കണ്ടാ ഞാനിങ്ങനെ സൂമാക്കി എടുക്കുന്നുണ്ടോ? അതൊക്കെ അടിപൊളിയായിരുന്നു ഗൈസ്. അതിനിട്ട് നമ്മൾ പിന്നെ ഈ നോട്ട്ബുക്കൊക്കെ നോക്കുന്നതിൻ്റെ കുറേ നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു, കാരണം ഒരു വലിയ ലിസ്റ്റ് ഉണ്ടായ ആൾക്ക്. അങ്ങനെ കുറേ നോട്ട്ബുക്ക്സ് ഉണ്ടായി. പിന്നെ നമ്മൾ ആ ക്രയോണൊക്കെ നോക്കി, പക്ഷേ ക്രയോൺ വാങ്ങിച്ചില്ല കേട്ടോ, കാരണം അവളങ്ങനെ ക്രയോൺ സൂക്ഷിക്കത്തില്ല. പിന്നെ അവളെപ്പോഴും സ്കെച്ചും ക്രയോണൊക്കെ വാങ്ങിക്കും, നശിപ്പിക്കും. അതിങ്ങനെ സ്ഥിരമായതുകൊണ്ട് നമ്മൾ അത് വാങ്ങിച്ചില്ല. പിന്നെ ഞാനിങ്ങനെ അവിടെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഓരോ സാധനങ്ങളും, ഏതൊക്കെയാണ് നല്ലത് എന്നൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ചില നേരത്ത് എൻ്റെ വീഡിയോ സ്റ്റക്കാണ്, ഫോൺ ഹാങ് ആയിട്ടാണെന്ന് തോന്നുന്നു, സ്റ്റോറേജ് ഇഷ്യൂ ഉണ്ട് ഫോണിന്. അപ്പോഴൊക്കെ സ്റ്റക്ക് ആവുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ കറക്റ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് കിടക്കുന്നൊരു ബാഗുണ്ട്, അതെനിക്ക് നല്ല ഇഷ്ടമാണ്, പൂക്കളുടെ ബാഗ്. പിന്നെ അവിടെ ഇരിക്കുന്ന പേനയും നല്ലതായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ വന്ന നേരത്ത് നമ്മളോട് ആ ചേച്ചി, അതായത് കടയിൽ നിൽക്കുന്ന ചേച്ചി നമ്മളോട് ചോദിച്ചായിരുന്നു എന്തിനാണ് ഈ വീഡിയോ എടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്കിങ്ങനെ ഒരു ചാനലുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഗൈസ് അയ്യോ എനിക്ക് ഭയങ്കര സന്തോഷമായി അതിങ്ങനെ പറഞ്ഞപ്പോൾ. എന്താണെന്ന് പറയുന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷമായി ഗൈസ്. അങ്ങനെ കുറേ നമ്മൾ പൊക്കിയൊക്കെ അടിച്ചിട്ട് അവിടെ ഇപ്പോഴും നമ്മൾ നോക്കണം. അപ്പോൾ ബൈൻഡിങ് പേപ്പറൊക്കെ വേണമല്ലോ, അതൊക്കെ വെറുതെ ആണ് ഗൈസ്. ഒരാഴ്ചയൊക്കെ ഉള്ളൂ അവൾ കീറിപ്പറിച്ച് എടുക്കും അതൊക്കെ. പക്ഷെ എന്നാൽ നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങാൻ ശ്രമിച്ചു. പിന്നെ ഇത് കണ്ടോ, ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സാണ് അവൾ എപ്പോഴും വാങ്ങിക്കാറ്, ഡോംകിൻ്റെ. കഴിഞ്ഞ തവണ ഒരു 7 ഇൻസ്ട്രുമെൻറ്റ് ബോക്സെങ്കിലും അവൾ വാങ്ങിച്ചിട്ടുണ്ട്. അവൾ നശിപ്പിക്കാനാണ് ഗൈസ്, വേറെ ഒന്നിനല്ല. ഇന്ന് നമ്മൾ ഈ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ വളർന്നുള്ളിൽ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലാണ്, പക്ഷെ നമ്മളത് വാങ്ങിച്ചില്ല, കാരണം നമ്മൾ നശിപ്പിക്കും, അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചില്ല ഗൈസ്. അങ്ങനെ നമ്മൾ അവൾക്ക് വേറൊരു ബോക്സ്, മറ്റേ ബാർബിയുടെ ബോക്സില്ലേ 2 സൈഡ് ഒട്ടുന്നത്, അത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നു ഗൈസ്. ഇതൊക്കെ കണ്ടു, എൻ്റെ ഫോൺ ഹാങ് ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ക്ലിപ്പ് ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇരിക്കുകയാണ് ഗൈസ്. അതാണ് അവിടെ അങ്ങനെയൊക്കെ വരുന്നത്. അയ്യോ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, ഇങ്ങനെ ഓൺ വോയിസ് കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ കൊടുക്കാറില്ല ഗൈസ് സത്യം പറഞ്ഞാൽ. നേരിട്ട് വീഡിയോ എടുക്കുമ്പോൾ പറയില്ല, പക്ഷെ പബ്ലിക്കിലൊക്കെ പോയിട്ട് കുറേ പേര് നോക്കണ കാരണം എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ഇതിപ്പോൾ എനിക്ക് ശ്വാസം മുട്ടുന്നത്. ഞാൻ പറഞ്ഞ ബോക്സ് അതാണ് ഗൈസ്, അവളാ കാണിക്കുന്നത് കണ്ടു. ഇതൊക്കെ നമ്മുടെ സ്റ്റക്കാണ് ഗൈസ്. നമ്മൾ പിന്നെ ഒരു ഷാർജ കുടിക്കാൻ പോയി. വാവ് ഞാൻ വിശന്ന് കിടുങ്ങിയിരിക്കുകയായിരുന്നു. എനിക്ക് എന്തെങ്കിലും തിന്നാൻ മനസ്സിലായി പറഞ്ഞ് ഞങ്ങൾ കരഞ്ഞാണ് അത് വാങ്ങിച്ചത് ഗൈസ്. ആ ക്ലിപ്പ് നിങ്ങൾ നോക്കണ്ട, നമ്മൾ ആഡ് ചെയ്തപ്പോൾ മാറിപ്പോയതാണ് ഗൈസ്. പാത്തൊരു റെഡ് വെൽവെറ്റിൻ്റെ കേക്കാണ് വാങ്ങിച്ചത് കേട്ടോ, അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞു. ഞാനാണെങ്കിൽ പാവം വിശന്നിട്ടാണ്, എൻ്റെ മൂത്ത് എക്സ്പ്രഷനൊക്കെ വാരി വെതറുന്നത്. ഞാൻ പാവം എനിക്ക് വിശക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു ടോപ്പ് എടുക്കാൻ പോയി, കാരണം പറയുന്ന കോളേജിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു ടോപ്പ് വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇങ്ങനെ കുറേ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ തന്നെ നോക്കി ഗൈസ്. ഐ ആം സോ ബ്യൂട്ടിഫുൾ ഗൈസ്. ഞാൻ എന്നെ തന്നെ നോക്കി ഇങ്ങനെ ആസ്വദിക്കുമായിരുന്നു. പിന്നെ നമുക്ക് അമ്മായിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കണമായിരുന്നു, അത് നമ്മുടെ കൂട്ടുകാരത്തിൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. ബർത്ത്ഡേ വ്ലോഗ് നമ്മളിടും. അവർക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ് ഇവിടെ. പിന്നെ നമുക്ക് ബാഗ് വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു ഗൈസ്. ഗിഫ്റ്റ് വാങ്ങിച്ചു വന്ന വഴി ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ ഉമ്മയുടെ കുറച്ച് ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഈ സാധനം കണ്ടത്. അതോ ഞാൻ പേടിച്ചു പോയി, അത്ര ഇടിവെട്ടായിരുന്നു ഗൈസ്. അവിടെ ഭയങ്കര ഇടിവെട്ടും ഭയങ്കര ഒരു കൂടാനും ഇരുട്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾ വന്നപ്പോൾ ഒരു 6:40 ഒക്കെ ആയിട്ടുണ്ട്. അത്യാവശ്യം കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്കൂളിലെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയത് കുറേ ഉണ്ട്. ഞങ്ങളെല്ലാവരും ഉണ്ട്. നല്ല സമയമായി ഞങ്ങൾ വന്നപ്പോൾ. ഏകദേശം ഒരു 6:40 ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഒരു ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആയപ്പോൾ പോയത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ കാല് അതേപോലെ നല്ല പെയിനുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ, സബ്സ്ക്രൈബ് ചെയ്യൂ.